ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ വയനാട് എത്തി. വയനാട് രാവിലെ വെളുപ്പാങ്കാലത്ത് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട്. അങ്ങനെ രാവിലെ ഞങ്ങളെല്ലാം കുളിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി രാവിലെ തന്നെ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടുള്ള ഹോട്ടലിലെത്തി. അങ്ങനെ രാവിലെ നല്ല അപ്പവും കടലക്കറിയും വെജിറ്റബിൾ കറി ഒക്കെ കിട്ടി. നല്ല ടേസ്റ്റായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നേരെ ഞങ്ങൾ ഉറവെന്ന് പറയുന്ന ഫസ്റ്റ് ഓർഗനൈസേഷനിലോട്ട് പോയി. ഇതൊരു ബാംബു നഴ്സറിയാണ്. പലതരത്തിലുള്ള ബാംബു, നമ്മളെ മണ്ണിടിച്ചിൽ നിന്നൊക്കെ തടയാമെന്ന് പലതരത്തിലുള്ള വെറൈറ്റി ബാംബു. അതുമാത്രമല്ല, ബാംബു കൊണ്ടുണ്ടാക്കിയ പല സാധനങ്ങളുടെ വെറൈറ്റീസും ബാംബു അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അത് നെയ്യുന്നതും ബാംബു കൊണ്ട് എങ്ങനെ അത് ഉപയോഗിക്കാം എന്നും അതെങ്ങനെ യൂസ് ചെയ്യുന്നതിനും മറ്റ് മിഷനറി ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ കാണിച്ചു തന്നു. വളരെ രസകരമാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ബാംബുവിൻ്റെ ഒരു ആർട്ട് ഗാലറി വിസിറ്റ് ചെയ്തു. പലതരത്തിലുള്ള ബാംബു കൊണ്ടുണ്ടാക്കിയ പല ടോയ്സ്, ഡെക്കറേറ്ററീസ്, അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളുണ്ടായിരുന്നു. ഭയങ്കര രസമുള്ള സാധനങ്ങളാണ്. ഭയങ്കര ബാംബു കൊണ്ടുണ്ടാക്കിയ പല കലാവസ്തുക്കളും ഉറവിൻ എന്ന് പറയുന്ന ഓർഗനൈസേഷനിലുണ്ടായിരുന്നു. ഇതിൽ ബാംബുവും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായ ഡെക്കോർ ഐറ്റംസ് നല്ല രസമുണ്ടായിരുന്നു. എത്ര പേരുടെ കഷ്ടപ്പാടുകൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. നല്ല വ്യൂ ഉള്ള ബാംബു കൊണ്ടുണ്ടാക്കി കുഞ്ഞു സ്റ്റഫായിട്ടുള്ള വീടിൻ്റെ മോഡൽസ് അങ്ങനെ പലതരത്തിലുണ്ടായിരുന്നു. എല്ലാവർക്കും ഈ ആർട്ട് ഗാലറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആർട്ട് ഗാലറിക്ക് എല്ലാം ബാംബു കൊണ്ടുണ്ടാക്കിയ ഐറ്റംസ് ആയിരുന്നു കൂടുതലും. ബാംബു കൊണ്ടുണ്ടാക്കിയ കണ്ണാടികൾ, ഡെക്കോർ ഐറ്റംസ്, ഇതൊക്കെ നമ്മൾ ഇൻറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നല്ല രസമുള്ളതായിരുന്നു. അത് മാത്രമല്ല പലതരത്തിലുള്ള ചെടികളും ഉണ്ടായിരുന്നു. ഇവക്കാണെങ്കിൽ ചെടികളെന്ന് പറഞ്ഞാൽ പ്രാന്ത, വെള്ളം മുക്കി വെക്കും. അങ്ങനെ ചെടികൾ പലതരത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്ത ബസ്സിൽ കയറി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ ചൂരൽമലയാണ്. ചൂരൽമല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർക്കാമല്ല, അത്രയും മണ്ണിടിച്ചിൽ നിന്നുണ്ടായ, ഉരുൾപൊട്ടലിൽ നിന്നുണ്ടായ ഇത്രയും ദുരന്തം നടന്ന ഭൂമിയാണ് ഇത്. മേൽപ്പടി പാലം അന്ന് സൈനികർ ഉണ്ടാക്കിയ പാലം. ഇതിനകത്തന്ന് ഒരു സമയത്ത് ഒരു വണ്ടിയെ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ ഭൂമി കണ്ടാൽ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് കാണുമ്പോഴേ അറിയത്തുള്ളൂ ഇവിടെ ഉണ്ടായ ദുരിതം. കാരണം നമ്മൾ നേരിട്ട് കാണുമ്പോഴേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കരപ്പുരം ഡാമിലേക്ക് പോയി. ഡാമെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു ഫോറസ്റ്റ് ഗാർഡൻ പോലെയാണ്. അങ്ങനെ ഞാനും സുഭദ്രയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ കയറി ഇങ്ങനെ ആ ഫോറസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് റൈഡൊക്കെ ഉണ്ട്. ബട്ട് എനിക്ക് ഹൈറ്റ് പേടിയായതുകൊണ്ട് ഞാൻ ഒന്നും കയറിയില്ല. സിപ്പ് ലൈൻ അങ്ങനെ പലതരത്തിലുള്ള റൈഡ്സ് ഉണ്ടായിരുന്നു. കൂടുതൽ അവിടെ അട്രാക്റ്റീവായിട്ടെന്ന് തോന്നിയെന്ന് വെച്ചാൽ അവിടെയുള്ള ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഫ്ലവർ ഫോറസ്റ്റ് എന്ന് വെച്ചാൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ രാത്രി അടിച്ചു പൊളിച്ച് ഇങ്ങനെ പോവുകയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ ഫുഡ് കഴിക്കുക. അങ്ങനെ ഞങ്ങൾക്ക് രാത്രി നല്ല ഫുഡായിരുന്നു. എല്ലാവരും നല്ലപോലെ കഴിച്ച് 2 നൂഡിൽസ് കഴിച്ചെങ്കിലും അങ്ങനെ അടിച്ചു പൊളിച്ച് ഡാൻസും കളിച്ചുകൊണ്ടൊക്കെ ഞങ്ങൾ നേരെ അടുത്ത യാത്രയിലേക്ക് പോയി. ഇന്ന് നേരെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങുകയാണ്.